നമ്മുടെ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോലി സാധ്യത എന്നുള്ളത്. നമ്മൾ കേരളത്തിൽ നമ്മൾ PSC ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായ ഒരു ജോലിയാണ് KSEBയിലെ സബ് എഞ്ചിനീയർ. 75,000 സ്റ്റാർട്ടിങ് സാലറി വെച്ച് തുടങ്ങുന്ന എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ജോലിയാണ് സബ് എഞ്ചിനീയർ. ആ KSEBയിലെ സബ് എഞ്ചിനീയറുടെ ജോലിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇനി നമ്മൾ റെയിൽവേയിലോട്ട് പോവുകയാണെങ്കിൽ RRBയിലോട്ട് പോവുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ലെവലിൽ ഉള്ള എക്സാമുകൾക്കുള്ള എല്ലാ യോഗ്യത ആ ജോലിക്കുള്ള യോഗ്യതകളെല്ലാം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾ, അതുപോലെ തന്നെ ഒട്ടുമിക്ക സെൻറ്റേഴ്സും നടത്തുന്ന ഒട്ടുമിക്ക സ്ഥലത്തും ജൂനിയർ എഞ്ചിനീയർ തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടിസ്ഥാന യോഗ്യതകളെല്ലാം ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ തന്നെ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ സാധ്യതകൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷിപ്പിലൊക്കെ ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ടൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി നമുക്ക് വിദേശത്തിലോട്ട് പോകുമ്പോൾ വിദേശത്താണ് നമ്മൾ സ്വദേശത്താണ് നാട്ടിലാണെങ്കിലും മറ്റുള്ള ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സൂപ്പർവൈസർ ജോലിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യതയും നമ്മൾ ഡിപ്ലോമയാണ്. ഇനി ഇപ്പോൾ ഉള്ള കുട്ടികളെ ഏറ്റവും വലുതാണ് യൂറോപ്യൻ രാജ്യത്തിലുള്ള മൈഗ്രേഷൻ നടത്തുന്നത്. അവിടെയും നമ്മൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ജോലി സാധ്യതകൾ ഉള്ളതാണ് നമ്മുടെ ഈ ഡിപ്ലോമ എന്ന് പറഞ്ഞത്.